നമ്മളൊന്നുമില്ലാതെ ഒരാളുടെ ഇങ്ങനെ പേടിക്കില്ലേ? ആരും പേടിക്കും. ഗുളികൻ പേടിപ്പിച്ചോ ചോദിച്ചാൽ പേടിപ്പിച്ചു. സസ്പെൻസ്. സസ്പെൻസ് എല്ലാവർക്കും സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അയ്യോ മോഹൻലാൽ ഇങ്ങനെ നിൽക്കാൻ എവിടെയായിരുന്നു ഇത്? സമയം നിങ്ങൾ എവിടെ പോയി കിടന്നു? അല്ല, നമ്മളിങ്ങനെ വരുന്നപ്പോ ഒരു യൂ ടേൺ എടുത്തപ്പോ തെറ്റി, പിന്നെ 40 കിലോമീറ്റർ അങ്ങനെ പറ്റി ഒക്കെ പറഞ്ഞു. അപ്പൊ മുകേഷിനെ സത്യം ചെയ്യരുത്, ഇത് ഒരു കാരണവശാലും ഭൂമിയിൽ ഒരു കുഞ്ഞുങ്ങളത് പറയരുത്, മോഹൻലാൽ അറിയാതെ സത്യം ചെയ്യരുത്. പക്ഷെ ഒരിക്കലും ഫോൺ എടുക്കാത്തതാണ് ആസിഫലി. എന്നാലും എങ്ങനെയാ പുള്ളി പടങ്ങളിൽ അഭിനയിക്കുന്നത് എനിക്ക് അത്ഭുതമുണ്ട്. ആരെങ്കിലും കോൺടാക്ട് വേണ്ടേ? എനിക്കറിയാം, നേരിട്ട് വീട്ടിൽ ചെല്ലുന്നവർക്ക് ആയിരിക്കണ്ടേ. അച്ഛൻ എന്താ ഇങ്ങനെ എല്ലാത്തിനും നോ പറഞ്ഞ? സിനിമയിലെ സൈജു അച്ഛനെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാം വാങ്ങിക്കൊണ്ടും തരുന്നു, മിഠായി കൊണ്ടും തരുന്നു, എല്ലാത്തിനും യെസ് പറയണു അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടില്? അങ്ങനെ കമ്പയർ ചെയ്യാറില്ല. നമ്മള് രണ്ടുപേരും ഫേവറേറ്റ് ആണ്. ഞണ്ട്. ഓ, അപ്പൊ എന്നും കിട്ടി നിങ്ങൾക്ക് ഞണ്ട്? എന്നോടെ കിട്ടൂല, ഇവരെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഡെയിലി എടുക്കാൻ പറ്റില്ല. രാജോട് സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഗസ്റ്റ് റോൾ ആയിട്ടാണോ അതോ കഥാപാത്രം തന്നെയാണ്? ഓക്കെ, അപ്പൊ അച്ഛനും മോനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെ, കുടുംബ ചിത്രമല്ലേ? അച്ഛനും അമ്മ അങ്ങനെ പ്രേതമുണ്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആൾക്കാര്. അപ്പൊ മോളുടെ അടുത്ത് ഇതുവരെ അച്ഛനും എന്റെ അടുത്ത് പറയുന്നത് പ്രേതം ഇല്ല, പ്രേതത്തിനെ പേടിക്കണ്ട, മനുഷ്യരെ പേടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമസ്കാരം. ചിലര് നമ്മുടെ മുന്നിൽ വന്നിരുന്ന നമ്മൾ സമയം പോണതേ അറിയില്ല അല്ലേ? അവരോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടേ നമ്മളിങ്ങനെ ഇരിക്കും. ഹാർവിയോര പ്രസൻസ് ബി.വി. രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ കുറച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മുടെ തിയേറ്ററിൽ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്ന ഗു എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കുട്ടിക്കുറുമ്പി ദേവനന്ദയും രാജശേഖരനും സൈജു ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്നെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇവർ 3 പേരുമായിട്ട് എനിക്കും എൻ്റെ ഫാമിലി ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും താല്പര്യവും ഒരുപാട് സന്തോഷമാണ് ഇന്ന് നിങ്ങളെ 3 പേരെയും ഇന്നിപ്പോ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ. നിങ്ങൾ 3 പേരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അല്ലാതെ ഉള്ളൊരു കണക്ഷനും ബന്ധമൊക്കെയാണ്. സൈജു ഒക്കെ ആയിട്ട് എത്ര എനിക്കിങ്ങനെ ഇരിക്കുമ്പോ തന്നെ എന്തോ പോലെ സൈജു അതുപോലെ വീട്ടിലെ സോഫയിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും ഈ ഒരു രീതിയിലുള്ള ഇരിക്കുന്നതും തമ്മിലുള്ള ആ ഒരു ഞാൻ ഫേസ് ചെയ്യണു. അതിനിടയിൽ നമുക്ക് ആദ്യം കുട്ടിക്കുറുമ്പിയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഗൂലിന്റെ വിശേഷം അല്ലേ? ഈ ഗൂനകത്തെ ഗുളിയിൽ കുറെ പേടിപ്പിച്ചോ? ഗുളികൻ പേടിപ്പിച്ചോ ചോദിച്ചാൽ പേടിപ്പിച്ചു. സസ്പെൻസ്. സസ്പെൻസ്. എല്ലാവർക്കും സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അയ്യോ, ഈ രാജേട്ടാ പെട്ടെന്ന് നമുക്ക് ഈ അച്ഛനും മോളെയും കാണുമ്പോ തന്നെ എല്ലാവർക്കും മാളികപ്പുറം അതിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഇതിനകത്തും കണ്ടു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോ കാടും ഇതും ആ സംഭവവും അച്ഛനും മോളും തമ്മിലൊരു കോൺവെർസേഷൻ ഒക്കെ കണ്ടപ്പോഴേ പെട്ടെന്ന് അതൊരു ടൈപ്പ് കാസ്റ്റ് പോലെ വരും. രാജേട്ടൻ അങ്ങനെ ഒരു കഥ കേട്ടപ്പോഴും അങ്ങനെ തോന്നിയോ? ഒരേപോലെ തന്നെ രണ്ട് രീതിയിലുള്ള വെറൈറ്റിയാണ് ആ അച്ഛൻ. അതിലുള്ള അച്ഛനെ കണ്ടല്ലോ, ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാവം. ഈ അച്ഛൻ അങ്ങനെയൊന്നും അല്ല. ഇതല്ല, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂർ ഹൈ പൊസിഷനിൽ ജോലി ചെയ്യുന്നതാണ്, അന്ധവിശ്വാസങ്ങൾക്ക് അങ്ങേയറ്റത്തെ എതിരാണ്, മോളെ നല്ല രീതിയിൽ ഇതിലൊക്കെ പെടാതെ കൊണ്ടുപോകണം ആഗ്രഹിക്കുന്ന നല്ല അച്ഛനാണ്. ഒരു ബന്ധമില്ല കേട്ടോ. ഇല്ലല്ലേ? പക്ഷെ നമുക്ക് പെട്ടെന്ന് ട്രെയിലർ കണ്ടപ്പോ കാടും പിന്നെ അച്ഛനും മോളും തമ്മിൽ കോൺവെർസേഷൻ രീതി പോയപ്പോഴും അപ്പൊ പെട്ടെന്ന് അങ്ങനെ തന്നെ ആണോ എന്നൊരു, പിന്നെ രാജേട്ടനെ എടുക്കുമ്പോ ഒരിക്കലും അങ്ങനെ തന്നെ സെയിം ആയിട്ട് എടുക്കില്ലല്ലോ എന്നുള്ളൊരു ഓക്കെ. സൈജുൻ എന്തൊക്കെ വ്യത്യാസമാണോ തോന്നിയത്? അല്ല, വ്യത്യാസം രാജേട്ടൻ പറഞ്ഞത് തന്നെയാണ്. ഇതിന്റെ അകത്ത് നമുക്കിപ്പം രമ്യക്ക് തോന്നിയ ഒരു സാമ്യം ചിലപ്പം അതേ ആളെ കാണുന്നു, അതേ മോളെ കാണുന്നു, രണ്ടുപേരുടെ വോയിസ് അത് തന്നെ. അപ്പൊ മാളികപ്പുറത്ത് സിനിമ കാണുമ്പോ അതെല്ലാം ഒരുപക്ഷെ എന്തായാലും മാറുമായിരിക്കും. നമ്മളിപ്പോ ഒരു വേറെ വേറെ ബാക്ക്ഡ്രോപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. മാളികപ്പുറം വേറൊരു ബാക്ക്ഡ്രോപ്പാണ്, ഇത് വേറൊരു ബാക്ക്ഡ്രോപ്പ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങള് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്ന സംഭവം മോളുടെ വ്യൂ പോയിന്റില് മിന്ന എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന്റെ, ദേവ് ചെയ്യുന്ന ആ ക്യാരക്ടറിന്റെ വ്യൂ പോയിന്റിലാണ് കഥ പോകുന്നത്. നമ്മള് കൊച്ചിലേക്ക് ഈ ജനറലി കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടുകാരുടെ കിട്ടും, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു തന്നെ മുത്തശ്ശികളും കഥകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു ഫാമിലി ഹൊറർ, ചെറിയ ഫാന്റസി ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നു.
ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാല് ക്ലീഷയാവും, അതെനിക്കറിയാം. എല്ലാ സിനിമയും എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ കാണണം. ഫസ്റ്റ് വ്യൂ എപ്പോഴും തിയേറ്ററിൽ തന്നെ ആവണമെന്നുള്ളതാണ്. എന്നാല് ഏത് സിനിമയായാലും, ഇപ്പൊ റൊമാൻറ്റിക് സിനിമ കണ്ടാലും ആൾക്കാരുമായിട്ട് ഇപ്പം പല ആൾക്കാരും ഇപ്പം ഹോം തിയേറ്റർ ഉണ്ട് വീട്ടില്. ഹോം തിയേറ്ററിൽ മാക്സിമം 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഫാമിലി ആകുമ്പോൾ ചിലപ്പോൾ 4 പേരെ കാണുള്ളൂ. അവരൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും സിനിമ കാണുന്നത്. ഇവരൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് തിയേറ്റർ തന്നെയാണ്. ഇവർ തിയേറ്ററിൽ പോയി കണ്ടിട്ടാണ് പിന്നെ ഇവർക്ക് റിപ്പീറ്റ് വ്യൂവിന് വേണ്ടിയിട്ടാണ് ഹോം തിയേറ്ററിൽ പോയി യൂസ് ചെയ്യുന്നത്. അതെ അതെ. അപ്പം ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ്. ചില സൗണ്ടിങ്ങും ആ വിഷ്വൽസും ഭയങ്കര രസമായിട്ടാണ് മനു രാധാകൃഷ്ണൻ ഇത് എഴുതിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ പട്ടാമ്പിയിലുള്ള ആ പച്ചപ്പും നമ്മുടെ തറവാട്ടിലെ ആ കുളവും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിപ്പം പുതുമയൊന്നും അല്ല. ഇപ്പൊ നമ്മള് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ എല്ലാവരും പടം മന വേണമെന്ന് തന്നെ വരിക്കാശ്ശേരിയിൽ പോകും. പട്ടാമ്പിൽ ഈ മന ഞങ്ങളാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ഒറിജിനൽ ലൊക്കേഷൻ ആണത്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ചന്ദ്രകാന്ത് വളരെ മനോഹരമായിട്ടത് എന്താണ് ഫിലിം ചെയ്തിട്ടുണ്ട് അവിടുത്തെ ലൊക്കേഷൻസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂവിന് ശേഷം തോന്നുന്നു ഞാൻ ഒരു ചോദ്യം ഇട്ട് തന്നാൽ മതി, സൈജു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. മോളെ ക്ഷീണായോ ഇന്നത്തെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോ? അത്ര ക്ഷീണമില്ല. ഇല്ല, കുഴപ്പമില്ല അല്ലേ? ഓരോ ചാനലിലും ഒരേപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അല്ലേ? ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം, ഇതൊക്കെ ഭയങ്കര ടയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ ദേവനന്ദ ചെയ്ത എത്രാമത്തെ മൂവിയെന്ന് കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ. ഈ 14th മൂവിയിൽ വന്നപ്പോ ഈ മൂവിയുടെ സെറ്റിലാണോ ദേവനന്ദ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരിക്കുന്നത്? ആണോ? അല്ലേ? ട്രൂ അല്ലേ? ഭയങ്കര സെറ്റിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നല്ല യമ്മി യമ്മി യമ്മി. ദേവനന്ദയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? എന്താ? ഞണ്ടാണോ? അത് തന്നോ രാജു അങ്കിള്? നമ്മള് രണ്ടുപേരും ഫേവറേറ്റ് ആണ്. ഞണ്ട്. ഓ, അപ്പൊ എന്നും കിട്ടി നിങ്ങൾക്ക് ഞണ്ട്? എന്നും ഇവിടെ കിട്ടൂല, ഇവരെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഡെയിലി എടുക്കാൻ പറ്റില്ല. നമുക്ക് രഹസ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം. സൈജുന് അതേലും എത്രയോ സെറ്റുകളിൽ സൈജു ഇതുവരെ പോയിട്ടുണ്ട്. രാജേട്ടന്റെ സെറ്റിലെ ആ ഒരു ഭക്ഷണം അതെല്ലാരും എപ്പോഴും പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനകത്ത് എന്താ സൈജുന് ആ ഒരു ഇത്? അല്ല, രാജേട്ടന്റെ ലൊക്കേഷനിലെ ഭക്ഷണത്തെ പറ്റി ഞാൻ കേട്ട് തന്നെ പോകുന്നത് നല്ല ഉഗ്രം ഭക്ഷണമായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ രാജേട്ടൻ പറയണത് ഇത് ഇവിടുത്തെ ഭക്ഷണം അത്ര ശരിയായിട്ടില്ലെന്ന്. അദ്ദേഹത്തിന് സംതൃപ്തി ഇല്ല. ഡയറ്റ് ആയിരുന്നു. ഉച്ചക്ക് ഒരു ചപ്പാത്തി. ഓ, അതുകൊണ്ടാണ് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ രാജേട്ടൻ എപ്പോഴും ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും രാജേട്ടന്റെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞ രാജേട്ടൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ്. അതിലെപ്പോഴും ഭയങ്കര കീൻ ആയിട്ട് തന്നെ അല്ലേ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ രാജേട്ടൻ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഗസ്റ്റ് റോൾ ആയിട്ടാണോ അതോ കഥാപാത്രം തന്നെയാണ്? ഓക്കെ. അപ്പൊ അച്ഛനും മോനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് നമ്മുടെ ഈ സൈജുവിനെ ഇപ്പം ദേവനന്ദ ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഈ ഒരു ഏജിലുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ദേവനന്ദയിലേക്ക് പോയി എന്ന് വിചാരിക്കാം. എന്തുകൊണ്ടായിരിക്കും രാജേട്ടാ നിങ്ങൾ ഇത് ഈ കഥ കേട്ടു ഇതൊക്കെ കഴിഞ്ഞപ്പം സൈജു തന്നെ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്? അതിന്റെ ഒരു ഇതെന്തായിരുന്നു? അല്ല, നമുക്ക് മനസ്സിൽ തോന്നിയത് സൈജു കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഓരോന്ന് തോന്നിപ്പിക്കുമല്ലോ സൈജുവിന്റെ. അപ്പൊ ഞാൻ ദേവനന്ദയെ നമ്മൾ കഥ കണ്ടപ്പോൾ കഥ എല്ലാം ഫിക്സ് ചെയ്ത ശേഷം ദേവനന്ദയെ പോയി വിളിച്ചു. ദേവനന്ദ ഓക്കെ അല്ലായിരുന്നെങ്കിൽ സിനിമയില്ല, വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രമിച്ച ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിനെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ വേറെ ആരെങ്കിലും നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് പിന്നത്തെ കാര്യം, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ പോയി പറഞ്ഞപ്പോൾ പുള്ളി കഥ കേട്ടപ്പോൾ ത്രില്ഡായി, സമ്മതിച്ചു. ഓക്കെ. ഞാൻ വെച്ചാൽ സൈജുവിന്റെ കണ്ണുകളാണോ ഇതിനകത്ത്? സൈജുവിന്റെ കണ്ണുകളാണല്ലോ ഏറ്റവും വലിയൊരു സംഭവം. ഇതിങ്ങനെ വന്ന് നിൽക്കുന്നോണ്ട് ഈ ഒരു ക്യാരക്ടറിനും അത് തന്നെയാണോ? പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു കഥ പറയുന്ന സംഭവമാണല്ലോ. അതെ. സൈജു ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സൈജുവിന് തോന്നുന്നുണ്ട് സൈജു ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇപ്പൊ ഒരു സാധാരണക്കാരനെ അല്ല അല്ലേ? അല്ല, കുറച്ചും കൂടി ഇങ്ങനെ ഒരു കുടുംബം, ഇത് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോഴത്തെ കുറച്ച് മൂവീസ് നോക്കി കഴിഞ്ഞാല് അങ്ങനത്തെ തന്നെ ചെയ്ത പോലത്തെ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിനകത്തെ ഒരു ക്യാരക്ടർ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുമോ? ഇതിനകത്ത് എന്താ സംഭവിച്ചാൽ ഇപ്പം രമ്യ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഈ കാശില്ലായ്മ അടുത്തടുത്ത് എന്റെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്. ഈ ഞാനെങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാല് ഈ സാധാരണക്കാരനായിട്ടാണ് അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. എനിക്കിപ്പോ ഒരു സൂപ്പർ പവർ ഉള്ള ഒരാളായിട്ട് ഞാൻ വേഷം ചെയ്തിട്ടില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല.
അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ ആണെങ്കിൽ ചിലപ്പോൾ അയക്കും ഈ പ്രശ്നങ്ങളൊന്നും കാണൂല. നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ അവരെ പ്ലേസ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്നെ തേടി വന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിച്ചാൽ എനിക്ക് അവർ തരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ സാധാരണക്കാരുടെയാണ്. അപ്പൊ സാധാരണക്കാരുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ എന്താണ് പ്രാരബ്ധങ്ങളും കാര്യങ്ങളൊക്കെ. ഈ സിനിമയിലും ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാല് അയാളൊരു സാധാരണക്കാരനാണ്. അയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഹി മൈറ്റ് ബി ഏർണിംഗ് മോർ. ആ ഒരു ഡിഫറൻസ്. വണ്ടി എങ്ങനെയും ലോൺ എടുക്കണം. ഇപ്പൊ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് ഇപ്പൊ ഓൺ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ലോൺ എടുത്തേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ കയ്യിലെ കാശ് മൊത്തം കൊടുത്ത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സൈജുൻ എപ്പോഴെങ്കിലും ആ ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പോലത്തെ സൈജുന്റെ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വേണമെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. എനിക്ക് ആഗ്രഹം എന്താന്ന് വെച്ചാൽ എനിക്ക് സിനിമകൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. കഥാപാത്രം അത് ദാറ്റ് ഈസ് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു കഥ കേൾക്കുമ്പോൾ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് എനിക്ക് ബേസ് ആയിട്ട് മലയാളം ഇല്ല, രമ്യക്ക് അറിയാലോ, എന്റെ ബേസ് ഹിന്ദിയാണ്. ഓക്കെ, സോ എനിക്ക് വഴങ്ങാത്ത കുറെ വേർഡ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാളെ രമ്യ എന്നെ ഒരു സ്ക്രിപ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ആൻഡ് എന്റെ ക്യാരക്ടർ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇയാൾ പ്രസംഗിക്കുകയാണ്, വൻ പ്രസംഗമായിരിക്കണം. അത് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, സി അത് നമ്മള് ഭയങ്കരമായിട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ പറയണത് അല്ല, കോൺഫിഡൻസ് അല്ല, അതൊരു വേറെ നടൻ ചെയ്യുവാണെങ്കിൽ ആ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യും. ഓക്കെ, ഞാനപ്പം എടുക്കുന്ന ക്യാരക്ടേഴ്സ് അത് സിനിമയ്ക്കും ഗുണം ചെയ്യണം, എനിക്കും ഗുണം ചെയ്യണം. അപ്പൊ അറ്റ് ഈസ് ആയിരിക്കണം. വെറുതെ ഞാൻ അവിടെ ചെന്നിട്ട് ബബ അടിച്ചിട്ട് ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അല്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഷോൾഡർ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഞാൻ എടുക്കില്ല. ബട്ട് എവറിത്തിങ് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ക്യാരക്ടേഴ്സ് സിനിമകളിലുള്ളതൊക്കെ സാധാരണക്കാരുടെയാണ്. ഫിനാൻഷ്യലി ഭയങ്കര റിച്ച് ആണെങ്കിൽ അതൊരു സാധാരണക്കാരനല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സാധാരണക്കാരൻ തന്നെയാണ് അല്ലെ? ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ, ഇപ്പൊ മിന്നൽ മുരളിയിലെ ഒരു ക്യാരക്ടർ, ഓക്കെ, അതൊരു സൂപ്പർ ഹീറോ ആണ്. അയാള് സാധാരണക്കാരനല്ല. സാധാരണക്കാരന് പവർ കിട്ടുന്നതാണ് സൂപ്പർ ഹീറോ ആയത്. സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരനല്ല. അതാണ് ദേവനന്ദ. ഇതിനിടയിൽ സ്കൂൾ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോവണ്ട, ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നല്ല ചില്ലായിട്ട് ഇങ്ങനെ നടക്കാം. ഇനി കുറച്ചു ദിവസം സിനിമയൊക്കെ റിലീസായി 2 വീക്സ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പൊ എന്ത് ചെയ്യും? പോണ്ടേ? അല്ലേ? സ്കൂളിൽ പോണ ഇഷ്ടാണോ? ഇഷ്ടാണ്. അവിടെ ചെല്ലുമ്പോ ഫ്രണ്ട്സ് ഒക്കെ മൂവി കണ്ട വിശേഷങ്ങൾ പറയും, കാര്യങ്ങളൊക്കെ പറയും അല്ലേ? അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഏതാ മൂവിയൊക്കെ ചെയ്യാൻ പോണേ? ഇനിയിപ്പോ മാളികപ്പുറം ടീമിന്റെ പുതിയ മൂവി അതിലേക്ക് പോണു. അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. ഈ സൈജു ഇത്രയും തിരക്കായതുകൊണ്ടാണോ? പൊതുവെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രാജേട്ടൻ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, എല്ലാരും പറയുന്ന ഒന്നാണ്, ആസിഫിനെ വിളിച്ചാലേ കിട്ടില്ല. അത് ആസിഫ് തന്നെ പറയും, അതെ, എടുക്കത്തേ ഇല്ല. അതെല്ലാരും ഇൻ ജനറൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ആസിഫ് ഒരിക്കലും ഫോൺ. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരാളാണ് സൈജു. ഫോണേ എടുക്കലെന്ന് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഒത്തിരി തവണ വിളിച്ചിരിക്കുന്നു. വേറെ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്. രമ്യ വിളിച്ചത് ഞാൻ ഫോൺ എടുത്തേ, ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എടുക്കും. അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ അൺനോൺ നമ്പർ ആണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യും. ഇതിനകത്ത് പ്രശ്നം വെച്ചാല് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെൽഫി വീഡിയോ ഒന്ന് ഇത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോ പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അപ്പൊ ഞാൻ അൺനോൺ നമ്പേഴ്സ് എടുക്കില്ല. അപ്പം ഇപ്പം കഥ പറയാനുള്ള ആൾക്കാരാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ലെങ്കിൽ അവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഇങ്ങനെ സ്റ്റോറി പറയാനാണ്. സോ ഐ ഡെഫിനറ്റ്ലി റെസ്പോണ്ട്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ ഒരു കിംവദന്തി സൈജുവിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആസിഫിന്റെ ഇതിലേക്കും സൈജു കുറിപ്പും തിരക്കുകൾ കാരണമാണോ ഒരുപാട് സിനിമകൾ ഇപ്പൊ സൈജു ചെയ്യുന്നു. അപ്പോൾ സൈജു അല്ല, അതെനിക്ക് അറിയണില്ല അതെന്താന്ന്. അപ്പൊ അതെന്തായാലും സംശയം ക്ലിയർ ആയി കിട്ടി. ഇന്നലെ മണിക്കുട്ടന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞങ്ങൾ ചോട്ടാ മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ മണിക്കുട്ടൻ പറയായിരുന്നു, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ടും വെയിറ്റ് ചെയ്യാണ്, അങ്ങനെ ഒരു സാധനം അവരെ തോന്നിപ്പിച്ചിരുന്നെങ്കിൽ, ചോട്ടാ മുംബൈ 2 അത് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് കാണുന്നുണ്ടോ? തൊടുപുഴ നടക്കുന്ന ഷൂട്ടിനിടയ്ക്ക് മോഹൻലാലിന്റെ അസറ്റ്സ് മേക്കപ്പ് കോസ്റ്റ്യൂമറൊക്കെ ആയിട്ട് 4-5 അസിസ്റ്റൻസ് ഉണ്ടല്ലോ. അവര് പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും ഒന്ന് ചോട്ടാ മുംബൈ ഒരു പടം അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തു.
ഞാൻ പറഞ്ഞ അതിനൊക്കെ ഒരു ഉഗ്രം കഥ, അതിനൊരു സെക്കൻഡ് പാർട്ട് ഇല്ല ഞങ്ങൾ ആലോചിച്ചിട്ട്. ഇനി എന്തെങ്കിലും ഒരു കഥ ഉണ്ടാണെങ്കിൽ അപ്പോഴും ആലോചിക്കാം. അല്ല ആ ഒരു പടം എന്ന് പറഞ്ഞാൽ അതെ, എല്ലാരും ഭയങ്കരമായിട്ട് എന്റർടൈൻ, നല്ലൊരു ഇതായിരുന്നല്ലോ. പക്ഷെ വേണ്ടാന്ന് വെക്കുന്നില്ല രാജുവേട്ടൻ, നല്ലൊരു രീതിയിൽ ഒരു സംഭവം വന്നാൽ ചെയ്യാം. ഒരാളൊന്ന് വെള്ളാനങ്ങളുടെ രണ്ടാമത് സെക്കൻഡ് പറഞ്ഞു നമ്മൾ എങ്ങനെ സ്കോപ്പ് അതിങ്ങനെ മോഹൻലാലിനും ശോഭനയ്ക്കും ഒരു മകനുണ്ട്, ആ മകൻ മോഹൻലാലാണ്, ഡബിളായിട്ട് മറ്റേ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി. അങ്ങനെ ഒരു സംഭവം വരുന്നത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കഥ. ഞാൻ മഹാബോറം പേടി എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ക്യാഷ് ചെയ്യുന്ന ഒരു കാര്യം, ഇതിനകത്ത് പേടി എല്ലാവർക്കും ഉള്ള ഒരു സംഭവം. ഞാൻ ബേസിക്കലി ഭയങ്കര പേടികളാണ്. ഇരുട്ടിന് ഒറ്റയ്ക്ക് നടക്കാൻ, ഒറ്റയ്ക്ക് ചില കാട്ടും പ്രദേശമുള്ള ഹോട്ടലിൽ താമസിക്കാൻ, ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനൊക്കെ പേടിയുള്ള ആളാണ്. ഞാൻ പറഞ്ഞു പേടിയുടെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്ത് നമ്മള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭൂതം വരും, ഉമ്മാക്കി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചല്ലേ കഴിപ്പിക്കുന്നത്. പിന്നെ എന്റെ അപ്പൂപ്പനും അമ്മയും കഥ പറയും, രാത്രി യക്ഷി വരുന്ന കാര്യങ്ങള്. അന്നത്തെ കാലത്ത് യക്ഷിയേക്കാണ് അവരുടെ കയ്യിലുള്ളത്. പിന്നല്ലേ പിള്ളേർക്ക് സൂപ്പർമാനും മറ്റും അങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ. എന്റെ അച്ഛൻ എന്നെ പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞ് കുറെ നശിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്റെ വീട്ടില് അച്ഛൻ ഒരു കാര്യമില്ല പറയേണ്ട കാര്യമേ. അച്ഛൻ പറഞ്ഞു അച്ഛന്റെ അമ്മാവനുണ്ടായിരുന്നു, അത് തറവാടാണ് ഈ വീട്. അച്ഛൻ്റെ അമ്മാവനൊക്കെ അന്ന് ഉണ്ടായിരുന്നാണ് പഴയ കാലത്ത്. അപ്പം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് എന്താ മരിക്കുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ അന്ന് ഈ പോസ്റ്റ്മോർട്ടം റൂം അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ബോഡി ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. അന്ന് ഈ മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, എന്താ പറയാ, മറ്റേ ഫ്രീസർ ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ കൊണ്ട് കടത്തിയപ്പോൾ ഇങ്ങനെ ഡെറ്റോൾ ഒഴിച്ചിരുന്നു, മറ്റേ ഉറുമ്പ് അണുക്കളൊക്കെ അങ്ങനെ ബോഡി കൊണ്ടുപോയി. ഇപ്പോഴും വെള്ളിയും ചൊവ്വ ദിവസങ്ങൾ ഇവിടെ ഡെറ്റോൾ മണക്കും, ഇവിടെ ഡെറ്റോൾ മണക്കും. പിന്നെ ചില പുള്ളി ഇവിടെ ഇത്ര ഇറക്കമുള്ള മുണ്ടാണ് എടുക്കുന്നത്, ഭയങ്കര ടാളാണ്. ഈ മുറ്റത്തൂടെയൊക്കെ നടക്കുന്ന ചെരിപ്പടി ശബ്ദം കേട്ടിരുന്നു ഇതിന്റെ അടുത്തുള്ളവർ പറയാറുണ്ട്. ഒരു ദിവസം ഞാൻ സൈഡിലെ റൂമിന്റെ സൈഡിലെ ജനലാണ് കർട്ടൻ ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഇങ്ങനെ ഫാനൊന്നും ഇല്ല അവിടെ, ഞാൻ ഇങ്ങനെ കിടക്കാൻ പോണ്ട് ഡെറ്റോൾ മണക്കുന്നു ചെറുതായിട്ട്. രാത്രി ഞാൻ വിചാരിച്ചു ഇത്രയും അർദ്ധരാത്രി എങ്ങനെ കിടക്കുമ്പോൾ മുറ്റത്ത് ചെരിപ്പടിയുടെ ശബ്ദം നടക്കുന്നത്. പിന്നെ കാണുന്നത് ഈ പൊക്കമുള്ള ഒരു രൂപം ഇങ്ങനെ, ഞാൻ ഉണർന്ന് നടക്കുകയാണ്, പൊക്കമുള്ള രൂപം ഇങ്ങനെ നടന്നു വരുന്നത്. എന്നിട്ട് ഈ ജനലിൻ്റെ കർട്ടൻ്റെ അപ്പുറത്താണ്, ഈ കർട്ടൻ്റെ അവിടെ കൂടെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നോക്കുന്നു. അപ്പോഴത്തേക്കും ഡെറ്റാലിൻ്റെ മണം കൂടി. ഞാൻ അവിടെ കിടന്ന് നില വിളിച്ചോടി. ഏതെങ്കിലും മുറിയിൽ ആരെങ്കിലും അപ്പുറത്തും എല്ലാം ഡെറ്റാൾ പുരട്ടിയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു സംസാരിക്കും. പക്ഷെ എന്നെ പേടിപ്പിക്കാനുള്ള കാരണം അച്ഛനാണ്. അങ്ങനെ അല്ലാതെയാണ് എന്നെ വളർത്തിരുന്നെങ്കിൽ ഞാൻ ലൈറ്റ് ഇട്ട് ആരാതെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഉപയോഗിക്കില്ലേ. അങ്ങനെ പേടിച്ച് വളർന്നൊരു കുട്ടിയുണ്ട്. അപ്പൊ അതിനകത്ത് പലതും ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനകത്തുള്ളതല്ല, അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം പടത്തിൽ. ഞാൻ എന്റെ അതെ, അത് നമ്മളിപ്പോ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കഥയായിട്ട് രാജുവിന് അത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഒന്നുമില്ലാതെ ഒരാളുടെ പേടിക്കില്ലേ, ആരും പേടിക്കും. നമ്മളൊരു ഇരുട്ടത്ത് പോകുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്താൽ പേടിക്കും, ഒരു പട്ടി ആരെയും പേടിക്കും. ഒരു നിഴൽ കണ്ടാൽ തന്നെ ചില വാഴയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് റോഡിൽ ഇങ്ങനെ ആള് നിൽക്കുന്നവര് പേടിയാവും പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത ധൈര്യം ആരാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പോകും. സത്യം. അതെ, സൈജൻ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ കൊച്ചിലൊന്നും അങ്ങനെ വീട്ടില് ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥകളൊന്നും അങ്ങനെ ആരും പറയാറില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും ഇങ്ങനെ ആ കാര്യത്തിലും എനിക്ക് പേടി മനുഷ്യരെയാണ്. മനുഷ്യരെ ആക്ച്വലി പേടിക്കണം. അവര് ഇപ്പൊ നമ്മള് നടന്നു പോകുമ്പോ പറയുന്ന ഒരു അടി അടിച്ചാൽ തീർന്നു നമ്മള്. ഓക്കെ ഓക്കെ. അതെ, എനിക്ക് പേടി കള്ളന്മാരെയാണ്. ഈ രാത്രി കള്ളന്മാരെ പഠിക്കുന്നതായിരുന്നറിയാ, ആവശ്യത്തിൽ കൂടുതൽ രത്നങ്ങളും വൈഡൂര്യങ്ങളും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ടാണ്. അതുകൊണ്ടൊന്നല്ല, ഇതൊന്നും ഒന്നുമില്ലെന്ന് കള്ളൻ വന്ന് കയറി തുറന്നപ്പോഴല്ലേ അറിയുള്ളൂ. അടുത്ത് പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക്. പക്ഷെ എന്നാൽ ഈ വരുന്ന കള്ളൻ നമ്മൾ ഉപദ്രവിച്ചിട്ട് പോവല്ലേ, അപ്പൊ അതൊരു കാണാൻ സുന്ദരിയായിട്ട് കുറച്ച് ഉപദ്രവിക്കും അല്ലേ. ചേട്ടാ, കള്ളന്മാരെ കുറിച്ച് പറഞ്ഞാണ്, കള്ളന്മാർക്കും ഇല്ലേ അല്ലേ. മോൾ ഈ സിനിമയില് അഭിനയിച്ച ഇതൊക്കെ കഴിഞ്ഞപ്പോ പേടിച്ചോ? ഇതിനകത്ത് ഇതൊക്കെ ഓരോന്നും വന്നു ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്? അങ്ങനെ ഇതേ ഉള്ളൂ. മോൾക്ക് വീട്ടിൽ അമ്മ ഭക്ഷണം തരുമ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ദേ ഇപ്പൊ ഇന്ന ആള് വരും, അല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുമ്പം ഞാൻ മാക്കാന്റെ അടുത്ത് പറയും ദേ ഇങ്ങനെ വരും, അങ്ങനെ ഒന്നുമില്ല. അച്ഛനും അമ്മ അങ്ങനെ പ്രേതമുണ്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആൾക്കാര്. അപ്പൊ മോളുടെ അടുത്ത് ഇതുവരെ അച്ഛനും എന്റെ അടുത്ത് പറയുന്നത് പ്രേതം ഇല്ല, പ്രേതത്തിനെ പേടിക്കണ്ട, മനുഷ്യരെ പേടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പറയും. അപ്പൊ അങ്ങനെ അതെ, രണ്ടച്ഛന്മാര് ഏകദേശം ഒന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ സൈജന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ, പൊതുവെ നമ്മൾ മനുഷ്യന്മാർക്ക് അധികം നാള് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ എത്രയായിട്ട് ഞാൻ ആരോടും പറയില്ല എന്ന് വെക്കുന്ന കാര്യവും
ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും. അപ്പൊ ഇത് ഇത്രയും നല്ലൊരു സസ്പെൻസ് നിങ്ങൾ ഇങ്ങനെ വെക്കുന്ന ഒരു മൂവിയുടെ നിങ്ങൾ തന്നെ വീട്ടിലോ എപ്പോഴെങ്കിലും കൂടും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴോ ഇതിന്റെ ഒരു സസ്പെൻസ് നിങ്ങൾ കൈവിട്ട് പറഞ്ഞു പോയിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ള വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഇത് പറയല്ലേ, ഇത് രഹസ്യമാണ്, ആർക്കും പറയല്ലേ എന്ന് പ്രോമിസ് ചെയ്യും. ആ രഹസ്യം വെളിയിൽ പറഞ്ഞാൽ അയാൾക്കത് ദ്രോഹം ചെയ്യും, വേറെ ഒരുപാട് ദോഷം ചെയ്യും. ആ രഹസ്യം പറയില്ല. പക്ഷെ അതൊരു രസമുള്ളൊരു ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയും, പറഞ്ഞു പോകും. അപ്പൊ കള്ളപ്രോമിസ് കൊടുത്തിട്ട് അത് അറിയാതെ പറഞ്ഞു പോകും. ഇതുകൊണ്ട് ഇതൊരു ഇയാൾക്കും കേൾക്കുന്നവർക്കും എല്ലാം അവർക്കും ഒക്കെ രസമാണെന്ന് വന്ന് ഞാൻ പറയും. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിനെ ബാധിക്കും, അവന്റെ ഫാമിലി ലൈഫിനെ ബാധിക്കും. അത് നമ്മൾ പറയാൻ പാടില്ല, അത് ധർമ്മമല്ല. അതിനൊരു ഉദാഹരണം പറയാം. ഞങ്ങള് ഷൂട്ടിങ്ങിന് അക്കരയ്ക്ക് പോകുമ്പോൾ കാനഡയിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു നൈറ്റ് ക്ലബ്ബ് ഒരു ഡേ ക്ലബ്ബ് ഉണ്ട്. അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പകലാണ് അവിടെ. അപ്പൊ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റിന് പോകണം. നമ്മളിത് ഞാനും മുകേഷും കൂടെ അവിടെ പോകണം. അവിടെ പോയി ഞങ്ങൾ ഈ ഡാൻസ് ഒക്കെ കണ്ട് അന്തം മുട്ടും. ഇങ്ങനെയൊക്കെ ഡാൻസ് ഉണ്ടോ, സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള ഡാൻസ് ഇതെല്ലാം ഞങ്ങൾ കാണുന്നു. പക്ഷെ മണിയായി, ഞാൻ പോകാന്ന് വന്ന് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്കും 3 മണിക്ക് ഫ്ലൈറ്റാണ്. നമ്മൾ ഏതാണ്ട് ഒരു വളരെ ലേറ്റായിട്ട് എത്തുമ്പം ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി കഴിയും. ഈ മുകേഷിന്റെയും എന്റെയും ലഗേജുമായിട്ട് മോഹൻലാൽ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെയായിരുന്നു ഇത് സമയം, നിങ്ങൾ എവിടെ പോയി കിടന്നു? അല്ല നമ്മളിങ്ങനെ വരുന്നപ്പോ ഒരു യു-ടേൺ എടുത്തപ്പോൾ തെറ്റി, പിന്നെ 40 കിലോമീറ്റർ അങ്ങനെ തെറ്റി ഒക്കെ പറഞ്ഞു. അപ്പൊ മുകേഷിന് സത്യം ചെയ്യുന്നു, ഇത് ഒരു കാരണവശാലും ഭൂമിയിൽ ഒരു കുഞ്ഞുങ്ങൾ ഇത് പറയരുത്, മോഹൻലാൽ അറിയാതെ സത്യം ചെയ്യുന്നു. അങ്ങനെ നേരെ എല്ലാവരും കൂടെ എടുത്ത് ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞ് മോഹൻലാൽ എന്റെ മർമ്മങ്ങളൊക്കെ അറിയാലോ, ഞാൻ നേരത്തെ ഇരുന്ന് എൻ്റെ കുറെ തമാശകളായിട്ട് സത്യം പറയണം, ഉമ്മയൊക്കെ വെച്ച് കാര്യം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇതാണ് സംഭവം, ഇതാണ് മോഹൻലാൽ മുകേഷിന്റെ അടുത്ത് നീ കൊള്ളാനാലും എന്നിട്ട് കാര്യം കേട്ടത് അല്ലേ പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് പറയില്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഭൂമിയിൽ ആരും പറയില്ലെന്ന്, ഇത് ആകാശത്ത് വെച്ച് പറഞ്ഞാണ് വിമാനത്തിൽ. അതിന്റെ എക്സ്ക്യൂസ് ആ തമാശ ആ ഒരു രഹസ്യം പറയാം. പക്ഷെ ദോഷം ചെയ്യുന്ന ഒരു തമാശ ദോഷം ചെയ്യുന്ന ഒരു ജീവിതത്തിൽ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഈ സസ്പെൻസും ഇതുവരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ അങ്ങനെ രഹസ്യം വെളിയിൽ പറഞ്ഞ ഒരാളുണ്ട്, അതാണ് ശ്രീരാമൻ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പുരാണത്തിലൊക്കെ ഉള്ളതാണ്. ഈ സീത ലങ്കയില് ഇരിക്കുന്ന കഥ അറിയാലോ, അറിയാലോ. ലങ്കയിൽ ഇരിക്കുന്ന സമയത്ത് രാവണൻ ഫാൻസി ഡ്രസ്സിന്റെ ആളാണ്, പല വേഷത്തിലും വരും. അപ്പൊ ഹനുമാൻ പോകുമ്പോൾ ഹനുമാൻ പോകണം എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ വേഷത്തിൽ സീതയുടെ അടുത്ത് ചെന്നളെ. അപ്പം ശ്രീരാമൻ ഹനുമാന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, ഒരു കുടുംബജീവിതത്തിലെ രഹസ്യമാണ് ബെഡ്റൂം രഹസ്യം എന്ന് പറഞ്ഞാൽ അത് ശ്രീരാമൻ ഹനുമാന്റെ ചെവിട്ടിൽ പറയാം. അത് ഒരിക്കലും രാവണൻ അറിയില്ല. അങ്ങനെ അവിടെ ഹനുമാൻ ചെന്നിട്ട് ഇത് പറയുമ്പോൾ സീതയും വിശ്വസിച്ചില്ല, രാവണൻ വേഷം മാറി ചെവിയിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലായി. സുഗമ ദേവി എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത് പറയാൻ പാടില്ലാത്തതില് നമുക്ക് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും. സൗജന്യം ഇതുവരെ ഇത് ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല ഇപ്പൊ നമ്മള് റിവീൽ ചെയ്യുന്നത് രാവിലത്തെ ഫസ്റ്റ് ഷോ കഴിയുമ്പോ തന്നെ ഇത് കഴിയുമ്പോ തന്നെ അറിയാൻ പറ്റും ഏകദേശം. അപ്പൊ അനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. ആണല്ലേ? ആഹാ, പറയാതെ അപ്പൊ പിടിക്കാം. ഓസ്ലറിൽ മമ്മൂട്ടി സാർ ഉണ്ടോന്ന് പലരും ചോദിച്ചു, പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അല്ല എന്താ പറയാ, അവര് പടം പിന്നെ വന്ന് കാണുമ്പോ അവര് അതിന്റെ രസം പോകും. അതെ, അങ്ങനെ പറയാൻ പറ്റാന്നുള്ളതാണ്. ചിലർക്ക് അത് പറ്റില്ല, മനസ്സ് കട്ടിയില്ലാതെ അറിയാണ്ട് അങ്ങ് പറഞ്ഞു പോയിരിക്കും. അപ്പൊ നമ്മുടെ സമയം വല്ലാണ്ട് പോകുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ടാസ്കിലേക്ക് പോവാം, ഒരു ചെറിയൊരു ടാസ്ക്. ഓക്കെ, അതായത് ഇതിനകത്ത് ഞാൻ കുറച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാവരും ഓരോന്ന് ആദ്യം എടുക്കുക. അത് എടുത്തു കഴിയുമ്പോൾ ഞാൻ ബാക്കി പറയാം. എന്തെങ്കിലും ഒരെണ്ണം എടുത്തോ, മോളെടുത്തോ ഒരെണ്ണം, രാജാണ് ഓർമ്മ. ഇനി ഇത് മൂന്നും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തുറന്നു നോക്കിക്കോ, ഇത് മൂന്നും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തുറന്നു നോക്കിക്കോ. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു പെട്ടെന്ന് ഒരു 1 മിനിറ്റിലോ ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കി പറയാൻ പറ്റുമോ? മൂന്നും കൂടെ കണക്ട് ചെയ്തോ, എന്നാലല്ലേ ഒരു ടോപ്പിക് ആവുള്ളൂ. മോള് പ്രസന്റ് ചെയ്തോ, നോക്കട്ടെ. എന്താ സൈജു അങ്കിളിന് കിട്ടിയിരിക്കണേ? മോൾക്ക് എന്താ? മോളുടെ ഓട്ടോറിക്ഷ. ഇത് മൂന്നും കൂടെ ലിങ്ക് ചെയ്തിട്ട് കഥ പറയാമോ പെട്ടെന്ന്? അല്ല, മോള് പറഞ്ഞാ മതി, അല്ലെങ്കിൽ എല്ലാരും കൂടെ പറയാ. എല്ലാരും കൂടെ പറയുന്നല്ലോ. പക്ഷെ എല്ലാരും കൂടെ ഉണ്ടാക്കണ്ടേ കഥ? അങ്ങനെയല്ലേ സാറിന് കൊടുക്കുന്നത്. ഒരാളെന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചൊരു കഥ ഉണ്ടാക്കാൻ പറയാം. അത് പെട്ടെന്ന് മോൾക്ക് അത് ഓട്ടോറിക്ഷ നോക്കാം. ആണോ? അന്ന് അങ്ങനെ പറയാം, അതാണ് വേണ്ടത്. എന്നാ ദേവനത് തുടങ്ങിക്കോ.
ഓർഡറിൽ ഓർഡറിൽ പോവാം. ജംഗിൾ തുടക്കം. എന്നാ സൈജു അങ്കിള് നല്ല കഥക്കാരനാണോ നോക്കട്ടെ. ഞാനൊരു വളരെ മോശം കഥാകൃതാണ്. അനുവാണും മിടുക്കി അല്ലേ. കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ വെച്ചിട്ട് എന്തൊരു കഥ പറയും? പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഉപ്പിലിട്ടാല് ചുങ്ങിപ്പോകുന്ന ഒരു സാധനത്തിനെ പറ്റി പറയാം. അപ്പൊ ഞാൻ ഒരുപാട് ആലോചിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അവൻ പറഞ്ഞു കണ്ണിമാങ്ങ. അതാണ് അരമണിക്കൂർ നീളുന്ന കഥ പറയാൻ പറ്റൂല. ഇനി രാജേഷേട്ടൻ്റെ അടുത്തേക്ക് അവൾക്ക് ആലോചിക്കാൻ സമയം കിട്ടിക്കോട്ടെ. രാജേഷേട്ടന് കിട്ടിയത് എന്തായിരുന്നു? എനിക്ക് പോപ്പിക്കുടയാണ്. പോപ്പിക്കുട വെച്ച് എന്തൊക്കെ പറയാൻ രാജേഷേട്ടാ? അത് ഞാന് ഒരു 8 സുന്ദരികൾ ഞാനും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി കാണാൻ വന്നു. ചിരിച്ചു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു ഇങ്ങനെ കാണാൻ വന്നാണ്, കുറേ ദൂരം വന്നിട്ട് ഇത്രയും ദൂരം ഇങ്ങനെ നടന്നു വന്നു. എനിക്ക് ഇവിടുന്ന് റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പം ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര മഴ, അതിഭയങ്കര മഴ. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ചു. എനിക്ക് ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അകത്ത് പോയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിലുണ്ടല്ലോ ടെസ്റ്റ് ചെയ്യിക്കാൻ ആരുണ്ട്, അവരുടെ ഒരു കുടയുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ പോപ്പിക്കുട. അപ്പം ഞാൻ ആ പോപ്പിക്കുട വാങ്ങിച്ചിട്ട് ആ കുട്ടിയിട്ട് കൊടുത്തു, ഇതിൽ പൊക്കൂട. അയ്യോ ഞാൻ എങ്ങനെ തിരിച്ചു തരും? ഞാൻ തിരിച്ചു തരുന്നവരെയൊക്കെ പിന്നെ പോട്ടെ, ആദ്യം ഇയാൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നത് പോയി. ആ കുട്ടി അങ്ങ് പോയി. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഫ്ലൈറ്റിൽ നിൽക്കുമ്പോൾ എയർ ഹോസ്റ്റസ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോന്ന് വെച്ചു. സുന്ദരിയാണ്. ഞാൻ എനിക്ക് ഓർമ്മയില്ല. അന്ന് പോപ്പിക്കുട കൊടുത്തൊരു കുട്ടിയില്ല. ഞാൻ പറയാം അത് നിങ്ങൾക്ക് അറിയാം, അത് ഞാനാണ്. ഞാൻ ചാടി എൻ്റെ ആ കെയർഫുൾ ഹാഗ് ചെയ്തു അവരും. അപ്പൊ പോപ്പിക്കുടയ്ക്ക് ചില ഗുണങ്ങളുണ്ട്. കണ്ടോ, അത് കഥയിലേക്ക് വരെ കറക്റ്റ് ആയിട്ടൊന്ന് എത്തി. ഇനി ഞാൻ ദേവനന്ദ കെട്ടയാണ് നോക്കട്ടെ ഏറ്റവും നല്ല കഥക്കാരി ആരായിരുന്നു? ഓക്കെ, ഞാൻ എൻ്റെ അമ്മയുടെ വീട് ട്രിവാൻഡ്രാണ്. അപ്പൊ ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ ട്രിവാൻഡ്രം പോകുമ്പോ എൻ്റെ വല്യമ്മയും വല്യച്ഛനും അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വല്യമ്മേനെ ആമി എന്നാ വിളിക്കുന്നത്, വല്യച്ഛനും രാജ. അപ്പൊ എനിക്ക് രാജയുടെ കൂടെ കറങ്ങാൻ ഇഷ്ടം. രാജയ്ക്ക് ഒരു ബൈക്ക് ഉണ്ട്. അപ്പൊ ബൈക്കിൽ എപ്പോഴും പോകും. ഞാൻ ഫ്രണ്ടിലിരിക്കും, രാജ ബാക്കിലിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കും പോകും. പക്ഷെ രാജയ്ക്ക് ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകണ്ടോണ്ട് രാജയുടെ ബൈക്ക് പോയി. ആമയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ എനിക്കും അമ്മമ്മയ്ക്കും സ്ഥലങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് അമ്മമ്മ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആമ അടുത്ത് പറഞ്ഞു, ആമി നമുക്ക് പോവാം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോവാം. പക്ഷെ ആമിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയാണ് ആമി എന്നെ സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നിട്ട് ആമി ഇങ്ങനെ ഓരോരോ ഫണ്ണി കാര്യങ്ങൾ ഈ റോഡിൽ കൂടെ പോകുന്നു, കാറല്ലാതെ ഒരു മഞ്ഞയും ഗ്രീൻ കളറും. അപ്പൊ പെട്ടെന്ന് ആമി അങ്ങനത്തെ ഒരു വണ്ടീനെ വിളിച്ചു നിർത്തിയിട്ട് അതിൽ കയറ്റി. അതില് നല്ല രസമായിട്ട് കാറ്റൊക്കെ വന്നു. അങ്ങനെ നമ്മളൊരു സ്ഥലത്തൊക്കെ പോയി ഇറങ്ങി കണ്ടു. അപ്പം എനിക്ക് സംശയം ഈ സാധനം എന്താണ്, കാരണം 2 കണ്ണൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആമിയോട് ചോദിച്ചു, ആമി ഇതിന്റെ പേരെന്താ? അപ്പൊ ആമി പറഞ്ഞു അതിന്റെ പേരാണ് ഓട്ടോറിക്ഷ. മിടുക്കിയാണല്ലോ. അപ്പൊ രാജേട്ടാ നമുക്ക് സ്കോപ്പ് ഉണ്ട്. വലുതാകുമ്പത്തേക്ക് അവളുടെ കഥ തന്നെ വെച്ച് നമുക്ക് സിനിമയാക്കാനുള്ള അതെ ആക്കാം. ഓട്ടോ സെക്കൻഡ് പാർട്ട് അതാണ് മണിപ്പിള്ള. അഥവാ മണിപ്പിള്ള വരൂ രാജേട്ടാ, അതിന്റെ കേൾക്കുന്നുണ്ടല്ലോ സെക്കൻഡ് പാർട്ട് വരണമെന്നൊക്കെ. അതെ എത്ര വർഷം അതെ അതിന്റെ വരണമെന്ന് പറഞ്ഞു കേട്ട് ഇല്ല. ഇതന്നെ അതൊക്കെ കേൾക്കുന്നുണ്ട്, അത് വരാൻ പോകുന്നൊക്കെ ചുമ്മാ അതുപോലെ എന്തോ സാധനമായിരിക്കും. അപ്പൊ ഈ കേൾക്കുന്ന ഇതെല്ലാം വേറെ കുറെ കള്ളക്കഥകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കേൾക്കുന്നത്. ഈ പടത്തില് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പടം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും വിളിച്ചില്ലെങ്കിൽ 5 മിനിറ്റ് ഷോർട്ട് വിളിക്കും. പക്ഷെ ഒരിക്കലും ഫോൺ എടുക്കാത്തതാണ് ആസിഫ് അലി. എന്നാലും എങ്ങനെയാ പുള്ളി പടങ്ങളിൽ അഭിനയിക്കുന്നത് എനിക്ക് അത്ഭുതമുണ്ട്. ആരെങ്കിലും കോൺടാക്ട് വേണ്ടേ? എനിക്ക് നേരിട്ട് വീട്ടിൽ ചെല്ലുന്നവർക്കായിരിക്കണ്ടേ? അല്ല മെസ്സേജ് അയക്കുന്നവർക്കാണോ? എന്തായാലും അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ നിർത്തുവാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളും തിയേറ്ററിൽ പോയിട്ട് ശരിക്കും ഒന്ന് പേടിക്കട്ടെ. മെയ് 17 അതെ, അത് അവിടെ ഇങ്ങനെ ബോൾഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി കാണാം. എന്റെ മോളും ദേവനന്ദ ഇവരൊക്കെ ഒരേ സ്കൂളിലാ. മോളുടെ തൊട്ട് സീനിയർ ആണ് എന്റെ മോള്. അപ്പൊ വരുമ്പോ പറയും കേട്ടോ പേടിച്ച കഥകളൊക്കെ സ്കൂളിൽ വെച്ചിട്ട് പറയും. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയി കാണാം. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാരെയും പേടിപ്പിക്കുന്ന നല്ലൊരു ത്രില്ലർ സംഭവം തന്നെ ആവട്ടെ ഗൂന്ന് ആശംസിക്കുകയാണ്.
അപ്പോ താങ്ക് യു സോ മച്ച് രാജേട്ടാ. ഇനിയും പ്രൊഡക്ഷനിൽ ഒരുപാട് ബാക്ക് ടു ബാക്ക് നല്ല സൂപ്പർ മൂവീസുമായിട്ട് വരണം കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.